അനാമിലെ 70 ശേഷവും 82 വരെയുള്ള വചനം, വല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ എന്നുവരെ തുടങ്ങുന്ന കാര്യങ്ങൾ 2 റക്അത്തുകളിലായി ഓതി അപാരമായ ആശയം ഉൾക്കൊള്ളുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവത്തിന് വേണ്ടി 4 കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരുന്നു. 4 കേന്ദ്രം മീൻസ് ഒരു കെട്ടിടവും അവിടെ കുറെ ആളുകളും പ്രസിഡന്റ് സെക്രട്ടറി എന്നുള്ള അർത്ഥത്തിലല്ല. അദ്ദേഹം ചെന്ന് ദൈവത്തിന് വേണ്ടി പരിശ്രമിച്ച 4 കേന്ദ്രങ്ങൾ. ഇബ്രാഹിം നബിയുടെ ദൈവത്ത് ചരിത്രത്തിൽ ഒരു അപാര സംഭവമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ഇന്ന് നമ്മൾ ഓതിക്കേട്ട വചനത്തിൽ ആദ്യമായി അദ്ദേഹം നക്ഷത്രങ്ങളെ ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് മാത്രമല്ല, ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിലെ ജനങ്ങൾ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയും ഒക്കെ ആരാധിച്ചിരുന്നവരാണ്. അപ്പോ ആദ്യമായി ഇബ്രാഹിം നബി പറയുന്നത് നക്ഷത്രം ഉദിച്ചു അങ്ങനെ ഉയർന്നു. അപ്പൊ അതിനെ കണ്ടിട്ട് പറഞ്ഞു ഇതാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞിട്ട് അത് മറഞ്ഞുപോയപ്പോൾ, അസ്തമിച്ചപ്പോൾ തീർച്ചയായും ഇതല്ല എന്റെ റബ്ബ്, ഇത് ആരാധിക്കാൻ പറ്റിയതല്ല. പിന്നെ ചന്ദ്രൻ ഉദിച്ചു, സൂര്യൻ, അതിനെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് ഏറ്റവും വലിയത് സൂര്യനാണ്. എല്ലാവർക്കും അറിയാം 15 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യൻ, നമ്മൾ വസിക്കുന്ന ഭൂമി ഉണ്ടല്ലോ, അത് 13.5 ലക്ഷം ഭൂമി ഉണ്ടെങ്കിൽ കൊണ്ടുപോയി സൂര്യനിൽ ഒതുക്കി വെക്കാം. അത്ര വലുതാണ് ഇത് സൂര്യൻ. ആ സൂര്യൻ ഉദിച്ചുയർന്നപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു സൂര്യനാണ് എന്റെ റബ്ബ്. പക്ഷെ അതും അസ്തമിച്ചു പോയപ്പോൾ അസ്തമിച്ചു പോയതൊന്നും റബ്ബാകാൻ പറ്റില്ല. എന്നിട്ട് ഇബ്രാഹിം നബി അവരോട് പറയുന്ന വളരെ പ്രധാനമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളാണോ ഭയപ്പെടാൻ അർഹർ, അതല്ല ഞാനാണോ? എനിക്കാണോ നിർഭയത്വം നിങ്ങൾക്കാണോ? ഒരറിവുമില്ലാത്ത കാര്യത്തിൽ അള്ളാഹുവിനോട് പങ്കു ചേർത്തവരാണ് നിങ്ങൾ. ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാത്ത, കേൾക്കാത്ത, കാണാത്ത, യാതൊരു പ്രയോജനവും ചെയ്യാത്ത, അല്ലെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറഞ്ഞു, പിതാവെ നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്? കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, യാതൊരു പ്രയോജനവും ഇല്ലാത്ത. എന്നിട്ട് ഇബ്രാഹിം നബി പറയുന്നത് ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെയും പിഴച്ചവരായിട്ടാണ് കാണുന്നത്, ഒന്നും അറിയാത്തവരായിട്ടാണ് കാണുന്നത്, വഴിവെച്ചവരായിട്ടാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ എന്താ വേണ്ടത്? യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. സൂറത്ത് മറിയമിൽ പറഞ്ഞിട്ടുള്ളതാണ്. 42 മുതൽ 49 വരെയുള്ള വചനം സൂറത്ത് മറിയമിൽ. ഇത് 70 മുതൽ 81 വരെയുള്ള വചനം സൂറത്ത് അൻആം 6-ാം അധ്യായം. അതിന്റെ 6-ാം അധ്യായത്തിന്റെ തുടക്കം തന്നെ അത്ഭുതകരമാണ്. സൂറത്ത് അൻആമൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ. പറ്റെങ്കിൽ ഇവിടെ മിനയില് നാളെ അറഫ കഴിഞ്ഞ് പിന്നെയും നമ്മളെങ്ങനെയാണ് അറഫ കഴിഞ്ഞ് മറ്റന്നാൾ നമ്മൾ ഇങ്ങോട്ടന്നെ മടങ്ങുക, ഇങ്ങോട്ടന്നെ വരിക, മിനയിലേക്ക് തന്നെയാ വരിക. പിന്നെ നമ്മൾ കല്ലേറുമായി 3 ദിവസം 13-ാം തീയതി വരെ മിനയിൽ തന്നെ ഉണ്ടാവുക. ധാരാളം സമയം കിട്ടും. അന്ന് പ്രധാനമായി നമുക്ക് നിർവഹിക്കാനുള്ളതാണ് കല്ലേറ്. അതല്ലാത്ത സമയത്തൊക്കെ കിട്ടും. ഖുർആൻ നന്നായിട്ട് പഠിക്കണം. സൂറ എവിടെ ഖുർആൻ ഓതിക്കേട്ടാലും അത് ഇന്നതാണ് പറയുന്നത്, ശരാശരി പഠിച്ചോണേ അത് ഇന്നതാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോവില്ല. ആ ചരിത്രവും നിങ്ങൾക്കറിയാലോ, ഇറാഖിന്റെ തലസ്ഥാനമായ ബഗ്ദാദിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയാണ് അന്നാസുറിയ പട്ടണം. അതിന്റെ കിഴക്ക് ഭാഗത്ത് 10 കിലോമീറ്റർ അകലെ ഊർപട്ടണം. ഇന്നും ഇബ്രാഹിം നബിന്റെ വീടിന്റെ അവശിഷ്ടങ്ങൾ, ചൂള വെച്ച ഇഷ്ടികയുടെ അവശിഷ്ടങ്ങൾ ഇന്ന് എവിടെയുണ്ട്? ഊർപട്ടണങ്ങൾ കാണാം. അവിടെ നിന്ന് ആരംഭിച്ച 16-ാമത്തെ വയസ്സിൽ +1 വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് തുടങ്ങിയ അദ്ദേഹത്തിൽ മനസ്സിലായോ? പിന്നെ അങ്ങ് 86 വയസ്സ് വരെ കുട്ടികളില്ലാതെ ജീവിച്ചപ്പോഴും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദൈവത്തിനെ കുറിച്ച് പറഞ്ഞെടുത്ത് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിലെ അവസാനത്തെ വചനം 22-ാം അധ്യായം 78 വചനമാണ് സൂറത്ത് ഹജ്ജിലുള്ളത്. സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായം 52 വചനങ്ങളാണ്. ഇതെല്ലാം വായിക്കണം. ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം സൂറത്ത് ബഖറയിലെ 130-ാമത്തെ വചനമാണ്. സൂറത്ത് ബഖറയിലെ 130-ാമത്തെ വചനമാണ്. ഇബ്രാഹിം നബിയുടെ മാർഗത്തിനെതിരായ ഒരാൾ തിരിഞ്ഞു നിന്നാൽ അവൻ ഭോഷ്കനാണ്, പടുജാഹിലാണ്, പിട്ടിയാണ്. അത് പറയുന്നത് എവിടെയാണെന്നറിയോ? 4 പ്രാർത്ഥന ഇബ്രാഹിം നബി അള്ളാഹിനോട് നടത്തിയത് വിശദീകരിച്ചതിന് ശേഷമാണ് പറയുന്നത്. സൂറത്ത് ബഖറ 126-ാമത്തെ വചനം. എന്നിട്ട് ഇബ്രാഹിം സൂറത്ത് ബഖറ 127-ാമത്തെ വചനം. എന്നിട്ട് വീണ്ടും പ്രാർത്ഥിക്കണം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്താണ്? റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.
ആലോചിച്ച് വളരെ ഗൗരവമായ പ്രശ്നം, വളരെ ഗൗരവമായ വിശദീകരണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുക. 4 പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരണം. ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെതിരായി ഒരാള് തിരിഞ്ഞു നിന്നാൽ തീർച്ചയായും അവനെ സംബന്ധിച്ചിടത്തോളം വൻ നഷ്ടമാണ് അവന് വരാനുള്ളത്. അവൻ പിട്ടിയാണ്, സ്വന്തത്തെ പിട്ടിത്തത്തിൽ അഴുത്തിയവനാണ് അവൻ എന്നുള്ള പറയാൻ. അപ്പൊ 4 പ്രാർത്ഥനയിൽ റബ്ബിനോട് നിർവഹിച്ചിട്ട് അല്ല പറയുന്നത് ഇതാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം സൂറത്ത് 78-ാമത്തെ വചനത്തിൽ പറയുന്നത് വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീൻ മിൻ ഹർജിൻ മില്ലത അബീകും ഇബ്രാഹിമ ഹുവ സമ്മാകുൽ മുസ്ലിമീൻ. നിങ്ങൾ ജിഹാദ് നടത്തണം, ഹഖ്ഖ ജിഹാദ്. ഈ ആയത്ത് മക്കയിൽ അവതരിച്ചു, ഈ അധ്യായം മദീനയിലാണ്. പക്ഷെ ഈ വചനം ഖുർആനിലെ ഈ അധ്യായത്തിന്റെ അവസാന വചനം മക്കയിലാണ് അവതരിച്ചതെന്നാണ് കൂടുതൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. കാരണം ഇബ്രാഹിം നബിയുടെ ജിഹാദ് അതെന്താണ്? അത് ആദർശപരമായ ജിഹാദാണ്. ആയുധമേന്താത്ത, AK-47 ഇല്ലാത്ത, സായുധമില്ലാത്ത ആദർശപരമായ വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ എന്ന് 25-ാം അധ്യായം 52-ാമത്തെ വചനം. 25 തിരിച്ചിട്ടാ മതി, ഓർമ്മ ഉണ്ടാവും. 25-ാം അധ്യായം സൂറത്ത് ഫുർഖാൻ 52 വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഞാൻ നിങ്ങൾക്ക് ഞാൻ ഉദ്ധരിച്ച എല്ലാ ആയത്തും അധ്യായവും പറഞ്ഞു, വചനവും പറഞ്ഞു. എന്റെ വകയല്ല എന്ന് മനസ്സിലാക്കാനാണ്, പരിശോധിക്കാനാണ്, അത് കൃത്യമായി മനസ്സിലാക്കാനാണ്, തെളിവുകളാണ് പറയുന്നത്. ഞാൻ ഇവിടെ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, സലഫുകൾക്ക് പറയാനുള്ളത്, ആ മൻഹജ് ഫോളോ ചെയ്യുന്നവർക്ക് പറയാനുള്ളത് കാലകീലകളല്ല, കേട്ടുകേൾവികളല്ല, ഊഹാപോഹങ്ങളല്ല, കൃത്യമായ പ്രമാണങ്ങൾ. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ തെളിവ് എന്ന് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 119-ാമത്തെ വചനം, 111-ാമത്തെ വചനം വളരെ കൃത്യമാണ്. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾ പറയുന്നതിന് തെളിവ് കൊണ്ടുവരൂ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് അണുകിട വ്യതിചലിക്കാതെ ക്ഷേത്രാങ്കണത്തിൽ കയറി ചെന്ന് സധൈര്യം ഏകദൈവാരാധന ഉദ്ഘോഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വഴി സ്വീകരിക്കാനാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത്. നമ്മൾ ഈ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു പോയാൽ നമുക്കുള്ളത് എന്താണ്? ഞാൻ തൗഹീദ് പറയും, ഏത് മനുഷ്യരോട് ഞാൻ തൗഹീദ് പറയും, ഏത് വീടുകളിൽ കയറി ചെന്ന് ഞാൻ തൗഹീദ് പറയും, ആരോട് ഞാൻ ഈ ഹക്ക് വിളിച്ചു പറയും, ഈ സത്യം ഞാൻ ആരിലേക്കും എത്തിക്കും. ഈ ഒരു ചിന്തയായിരിക്കണം നമുക്ക് ഇവിടെ നിന്നുണ്ടാകട്ടെ. എനിക്കറിയാം ഹജ്ജിനൊക്കെ വന്നിട്ട് പോയിട്ട് പല ആളുകളും, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ വലിയൊരു താരം ഹജ്ജിന് പോയി. ഹജ്ജിന് വരുന്നതിന്റെ എവിടുന്നാണ്? പാരീസിൽ എങ്ങാനും ഒരു അഭിനയത്തിന്റെ ഇടക്ക് പോന്നാ. അപ്പൊ അങ്ങോട്ട് തന്നെ പോണെന്നാ പത്രത്തിൽ അടുത്ത ന്യൂസ്. എന്താ കാര്യം? ഉമ്മ വെറ്റ അവസ്ഥയിൽ ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചുകൊണ്ട് ഇവിടെ ഉമ്മ വെട്ടിട്ടുമില്ല, വേറൊന്നിട്ട് ഇറന്നിട്ടുമില്ല. പിന്നെ എന്തിനാല് ഹജ്ജ് കഴിഞ്ഞിട്ട് നേരെ പോണ അഭിനയിക്കാനാണ്. എന്തിനീ ചുറ്റിക്കളിക്ക് അന്യ സ്ത്രീയായിട്ട് ഉമ്മ വെറ്റ അവസ്ഥയെ തിരിച്ചു ചെല്ലുന്ന. അപ്പൊ അതൊരു പ്രശ്നമാണ് എന്ന് മനസ്സിലായി. ഞാൻ പറയല്ല, നാളെ നോക്കിക്കോളും, സംഭവം തന്നെ നടക്കുക അല്ലേ? എത്ര മഹാന്മാര് വന്നവിടുന്ന് പോയി. എന്നിട്ട് എന്താ കാര്യം? ആ മനസ്സിലേക്ക് നിങ്ങൾ തട്ടുക, എന്നിട്ട് അവസാനിക്കുക, എന്നിട്ട് നിർത്തുക, എല്ലാ തിന്മയെന്ന് മൂട്ടി തരാതെ. നമ്മുടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. നമ്മൾ നാട്ടിൽ ചെന്നിട്ട് നമ്മളെ മകനെ വിളിച്ചിട്ട് 15 വയസ്സിൽ നമ്മളെ കുട്ടീനെ വിളിച്ചിട്ട്, മോനെ ബാപ്പ നിന്നെ വളരെ പ്രധാനമായ ഒരു കാര്യം പഠിപ്പിക്കാനാ വന്നത്. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, നിന്നെ അറക്കണോ? അന്തിക്കുന്നിലെ തായ്വരയിൽ വെച്ച് അറക്കാനാണ്. കാരണം അവിടെ മീനാ തായ്വര ഉണ്ടാവില്ലല്ലോ. അപ്പൊ അവിടെ അറക്കാനാണ് സ്വപ്നം കണ്ട്. അപ്പൊ മകന്റെ വർത്താനം തരൂ, മിണ്ടാൻ കുഞ്ഞുങ്ങൾ കൊട്ടേഷൻ പാർട്ടി ഞാൻ ഇപ്പൊ നിങ്ങളെ കരുത്ത് എടുക്കാൻ തല ഗോളായി പോയില്ലേ? തലം കിട്ടും. മക്കളെ എന്തിന് നിസ്കാരത്തിന് വാപ്പാന്റെ കൂടെ പോന്നോ? ഞാൻ ഈ മക്കാം ഇബ്രാഹിമിന്റെ പിന്നിൽ ഇങ്ങനെ നിസ്കരിച്ചിട്ട് ആലോചിച്ചൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക്, നിങ്ങൾ ആ പർവ്വത ശിഖരങ്ങളിലേക്ക് നോക്കിയോ? ക്ലോക്ക് ടവറിന്റെ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് ആ ഭാഗം ഇങ്ങനെ നോക്കിയാൽ കുറെ പർവ്വതങ്ങൾ കാണാം. ഇടിച്ചു നിരത്തി തുഫാനാക്കി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലല്ലേ? അവിടുന്ന് കല്ല് വെട്ടിയെടുത്തിട്ട് ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും നമ്മുടെ ആളുകൾ പറഞ്ഞതറിയോ? ഓ ഇപ്പൊ പറയുന്നതറിയോ? നമ്മുടെ നാടുകളിലൊക്കെ ആരെങ്കിലും ഒരു പണിയെടുത്തു കഴിഞ്ഞായിരിക്കും, ഒരു കൃഷി ചെയ്ത് ഓൻ എന്താണോ മതം പറയാൻ അവകാശം? പാറയിൽ പാറക്കോറി പണിയെടുത്താൽ എന്തിനാ മതം പറയുന്നത്? ഇബ്രാഹിം നബി പാറ പൊട്ടിച്ച് ചെങ്ങൈമാരെ കാബത്തിൽ വന്നിട്ട് ഹജ്ജും ഉംറയും നിർവഹിച്ചു പോകുന്ന കാക്കാര് പറയണെന്ത്? പാറപ്പണി എടുത്തോര് മതം പറയാനോ? ഇബ്രാഹിം നബിയോ മില്ലത്ത് അബീക്കും ഇബ്രാഹിം, ഇബ്രാഹിം നബി കല്ല് വെട്ടിയെടുത്ത് കൊടുക്കുക. എന്നിട്ട് മകനെ ആ പെടുത്തെടുത്ത ഖുറൈശി അല്ലെ ആ ഗോത്രത്തിൽ കഴിച്ച് ഇസ്മായിൽ നബിന്റെ ഷോൾഡറിൽ കരിങ്കല്ല് എടുത്തു വെക്കുക. എന്നിട്ട് ആ കല്ലുമൽ ഇങ്ങനെ കേറി നിന്നിട്ട് ബാപ്പാക്ക് ഇങ്ങനെ പൊക്കി കൊടുക്കുക. എന്നിട്ട് ആ കല്ലെടുത്ത് വെച്ച് കെട്ടിയതാക്കാബ. നാളെ നമ്മൾ കിസ്വ മാറ്റുണ്ടല്ലോ, തുണി മാറ്റുണ്ടല്ലോ. അപ്പൊ
കാണുന്ന ചതുരത്തിലെ കല്ലുണ്ടല്ലോ, അതിന്റെ മുമ്പത്തെ രൂപം 12 തവണ കാബ പല കോലത്തിൽ പുതുക്കി പണിയുകയും ആക്കുകയും ചെയ്തു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പല രൂപത്തിലെ അഭിപ്രായങ്ങളുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല. ഇബ്രാഹിം നബിയെ നിങ്ങൾ സംഘടിപ്പിക്കുക, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഖലീലുള്ള അധ്വാനിക്കുക, പള്ളി ഉണ്ടാക്കുക, നമ്മളോ ഞെറിഞ്ഞിങ്ങനെ കുത്തിരിക്കുക, ഒരു കല്ലെടുക്കാൻ എന്തിന് ഷോൾഡറിന് ഒരു തട്ടം വീണാ കുടിഞ്ഞെടുക്കുവോ കൗമ്? അല്ലെ എടുക്കുവോ? ഇബ്രാഹിം നബി അധ്വാനിച്ചു, അതിന്റെ ഫലാത്. എന്നിട്ടോ അള്ളാഹ് കൽപ്പിച്ചിട്ടാ കാബാല ഉണ്ടാക്കി. എന്നിട്ടോ ഒരൊറ്റ പ്രാർത്ഥന, റബ്ബനാ തഖബ്ബൽ മിന്നാ. മിനേനാട് വിടുമ്പോ റബ്ബനാ തഖബ്ബൽ മിന്നാ. നാളെ രാവിലെ മിനേനാട് പോകുമ്പോ റബ്ബനാ തഖബ്ബൽ മിന്നാ. നാളെ അറഫയിൽ നിന്നാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് മഗ്‌രിബ് നിസ്കരിച്ച് ഇശാ നിസ്കരിച്ച് അവിടെ വേഗം കിടക്കലാ, ഉറങ്ങലാ പുണ്യം. പടച്ചോന്റെ അതിഥികളായ അവിടെ ഉറങ്ങലാ പുണ്യം. അങ്ങനെ ഉറങ്ങുമ്പോ ആ ഉറക്കത്തിലുണ്ടല്ലോ, ആ ഉറങ്ങി സുബൈക്ക് എഴുന്നേറ്റ് അവ്വൽ വക്തിൽ നിസ്കരിച്ച് അള്ളാഹിനോട് ആ സൂര്യൻ ഉദിക്കുന്നതിന് ചുവപ്പ് ഇങ്ങനെ വരുമ്പോ, ആ ഉദിച്ചിങ്ങനെ കാണുന്നതിന് മുമ്പ് ഇങ്ങനെ എവിടെയോ ഉദിച്ചിട്ടേണ്ട പ്രഭ അത് വരുന്ന സമയമാകുമ്പോ അവിടുന്ന് അങ്ങോട്ട് വിടുമല്ലോ. ആ സമയത്തൊക്കെ പടച്ചോനെ റബ്ബനാ തഖബ്ബൽ മിന്നാ. അതെ, അവിടെ അള്ളാഹു ഇസ്തിഗ്ഫാർ നടത്തിച്ചല്ലോ മനുഷ്യരെ കൊണ്ട്. എന്താ കാരണം? ധാരാളം സ്ത്രീകളും പുരുഷന്മാരും യാതൊരു ബോധമില്ലാതെ കിടന്നുറങ്ങുന്ന സ്ഥലം അത്. അവരുടെ കാല് കാണും, കൈ കാണും, മാംസലമായ ഭാഗം കാണും, എല്ലാം ഉണ്ടാവും. പക്ഷേ അവിടുന്ന് അങ്ങനെ പുറപ്പെടുമ്പോൾ ജനങ്ങളുടെ കൂടെ അങ്ങനെ ഒഴുകുകയാണ്, മിനയിലേക്ക് കൊണ്ടുവരികയാണ്. ആ ഒഴുക്കത്തിൽ റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ എന്ന് പുറത്ത് തരണേ എന്നിട്ട് പ്രാർത്ഥിക്കുക. ഒരു കാര്യം എല്ലാവരും അറിയണം, പടച്ചതമ്പുരാന്റെ കാരുണ്യത്തെ കുറിച്ച് ഓർക്കുമ്പോ നബിയെ പറയുക, കുൽ, എന്റെ അടിമകളോട് പറ നബിയെ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുർആനിലെ 39-ാം അധ്യായം 53-ാമത്തെ വചനം. ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് അഹ്സാബ്. അതിൽ നിന്ന് കുറെ ആയത്ത് പറഞ്ഞു. സൂറത്ത് അഹ്സാബിൽ അള്ളാഹ് പറയണെന്ത്? അല്ലെ, സൂറത്ത് സുമറിൽ അള്ളാഹ് പറയണെന്ത്? സൂറത്ത് സുമറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണേ, എന്റെ അടിമകളോട് പറ നബിയെ, എന്റെ അടിമകളോട് പറ നബിയെ, എന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകരുതെന്ന് പറ നബിയെ. ലാ ഫിക്റതു മിർ റഹ്മത്തില്ലാഹ്, എന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകരുതെന്ന് പറ നബിയെ എന്ന് പടച്ച തമ്പുരാൻ പറയാൻ. അപ്പൊ അള്ളാന്റെ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹ് ഏറെ പൊറുക്കുന്നവനാണ്. പൊറുക്കലിന്റെ തെളിവ് എന്തുവാണെന്നറിയോ? അല്ലാഹുവേ നീ ഏറെ പൊറുക്കുന്നവനാണ്. രോഗം മൂർച്ഛിച്ച് 12 കൊല്ലം, ഒരു വ്യാഴവട്ടക്കാലം, ഒരു നീലക്കുറിഞ്ഞി പൂക്കുന്ന കാലം രോഗം ബാധിച്ചിട്ട് അയ്യൂബ് നബി വഅൻത അർഹമുർ റഹീമീൻ, വഅൻത അർഹമുർ റഹീമീൻ. 21-ാം അധ്യായം 83-ാമത്തെ വചനമാണ്. വഅൻത അർഹമുർ റഹീമീൻ, അല്ലാഹ് എനിക്ക് നീ രോഗം നോക്കെ ദുർഗന്ധമണിച്ച് കണ്ണിന്റെ കൃഷ്ണമണി ഒഴികെ എല്ലാ മേഖലകളിലും ചൊറി ബാധിച്ച് ആർക്ക് എന്നിട്ട് എടുക്കാനാവാതെ പരീക്ഷിക്കപ്പെട്ട് എല്ലാ സൗഭാഗ്യങ്ങളും ചോർന്നു പോയപ്പോഴും അല്ലാഹ് നീ കാരുണ്യവാനാണ്. കാലിന്റെ മടമ്പൊന്ന് വേദനിച്ചാൽ, കൈക്ക് കുത്തിപ്പറിച്ചൊരു കുരു ഉണ്ടായാൽ, ശരീരത്തിൽ ഒരു നട്ടല് വളയായികയുണ്ടായാൽ, ശാപവാക്കുകൾ പൊഴിയുന്ന ഒരു പനി വന്നാൽ ശാപവാക്കുകൾ പൊഴിയുന്ന ഒരു സത്യവിശ്വാസിക്കും വിശ്വാസിനിക്കും പരീക്ഷണങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും. അവരുടെ ശരീരത്തിൽ, സന്താനങ്ങളിൽ, സമ്പത്തിൽ അന്ന് പാപമുക്തരായിട്ട് അവരല്ലാതെ കണ്ടുമുട്ടുന്ന മാമിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമിനെ അയാളുടെ വ്യത, മാനസിക വ്യത, വേദനകൾ, പരിഹാസങ്ങൾ, അപഹാസങ്ങൾ, ആട്ടിയൊടിക്കലുകൾ, മാറ്റലുകൾ, തിരുത്തലുകൾ, വേർപിടിച്ചു നിർത്തൽ, ഇതെല്ലാം വരുമ്പോ ഒരു മുള്ളു തറക്കുന്നത് പോലും അവന് പുണ്യമായിട്ടല്ലാതെ ഇല്ലാതെ കൊണ്ടാലല്ലാതെ. സൂറത്ത് അൻആമിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹ് പറയണെന്തറിയോ? 82 കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്ന് 90, 91, 92 കണ്ട അള്ളാഹനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയിട്ടില്ല. എന്നിട്ട് അള്ളാഹ് പറയാ, ഖദ് ജാഅതും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് നിങ്ങൾക്ക് കണ്ണു തുറപ്പിക്കുന്ന തെളിവുകളുമായി ഇതാ അള്ളാഹു ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു. വായിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഡെയിലി പത്രങ്ങൾ വായിക്കുന്ന ആളുകളിലെ നമ്മുടെ കൂട്ടത്തിൽ, ഇന്റർനെറ്റിൽ കയറി പത്രം പരിശോധിക്കുന്നവരില്ലേ? അള്ളാന്റെ കലാമിൽ നിന്നൊരായത്ത് മസ്ജിദ് നബവിയിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ അള്ളാഹുവെ, എത്ര എനിക്ക് അത്ഭുതം തോന്നിയത്, 2 ഹറമുകളിലും നമുക്ക് കൃത്യമായ നമ്മുടെ 2 പണ്ഡിതന്മാരെ എഴുതിയ പരിഭാഷയാൽ ലോകത്തിൽ ലോക മുസ്ലിമീങ്ങളുടെ കേന്ദ്രമായ 2 ഹറമുകളിൽ വേറൊരു മുസ്ലിം സംഘടനയുടെ നേതാവിന്റെ പരിഭാഷയില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എവിടെ കൈവച്ചാലും നമുക്കൊരു പരിഭാഷ കിട്ടും. മലൈബാരി നമ്മുടെ പരിഭാഷ, തൗഹീദിന് പ്രാധാന്യം നൽകുന്നതോടെ പരിഭാഷ, തൗഹീദിൽ അധിഷ്ഠിത
വ്യക്തമായ പരിഭാഷ. അതെടുത്തിങ്ങനെ വായിച്ച കൂട്ടത്തിൽ അത്ഭുതമല്ലേ ഈ റബ്ബിന്റെ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ താളുകളിലൂടെ കടന്നുപോയാൽ ഹജ്ജിന്റെ മാസ്മരികത വിശദീകരിക്കുന്ന നമ്മൾ അറിവിന് കൊടുക്കുമ്പോ നോക്കൂ, അല്ല പറയാൻ, നിങ്ങൾ അറുക്കുന്ന ഉരുവിന്റെ മാംസമാവട്ടെ, നിങ്ങൾ അറുക്കുന്ന ഉരുവിന്റെ രക്തമാവട്ടെ അള്ളാഹുവിലേക്ക് എത്തുകയില്ല. നിങ്ങളിൽ നിന്നുള്ള തെക്കുവയല്ലാതെ. 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിലെ 37-ാമത്തെ വചനമാണ്. തെക്കുവയാണ് നമ്മുടെ മനസ്സിലെ, നിങ്ങൾക്കറിയാം, നിങ്ങൾ ധരിച്ചിരിക്കുന്ന കോട്ടും സൂട്ടും, നിങ്ങൾ ധരിച്ചിരിക്കുന്ന സഫാരിയും, നിങ്ങൾ ധരിച്ചിരിക്കുന്ന പൈജാമയും, നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഏതേത് ഡ്രസ്സും അതൊന്നുമല്ല മനുഷ്യരെ നിങ്ങൾക്ക് ഏറ്റവും വലിയ സമ്പാദ്യം. നിങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ റബ്ബിനെ കുറിച്ചുള്ള പേടി. അതെ, അവിടെ അല്ല ചോദിച്ചില്ലേ, അലം യഅലം അന്നല്ലാഹ യറാ, അലം യഅലം അന്നല്ലാഹ യറാ, അലം യഅലം അന്നല്ലാഹ യറാ. അല്ല, അവർ അറിയുന്നില്ലേ, അവർ മനസ്സിലാക്കുന്നില്ലേ, റബ്ബ് കാണുന്നുണ്ട്. ഞാൻ അത്ഭുതത്തോടുകൂടി കണ്ട കാര്യം എന്താണെന്നറിയോ? അറുമുകളിൽ വരുന്ന ലക്ഷോപലക്ഷം വരുന്ന സൗന്ദര്യവതികളായ സ്ത്രീകളുടെ പർദ്ദയുടെ ആ നേരിയ അവരുടെ ഷൂവിൽ നിന്നൊന്ന് കാല് കണ്ടാൽ ആ കാലിന്റെ സൗന്ദര്യം മനുഷ്യനെ ഭ്രമിപ്പിച്ചു കളയും. വെറുതെ അല്ല അല്ല പറഞ്ഞത്, ഇന്ന് സ്വർഗത്തിലെ ഹൂർലിങ്ങളുടെ ആ നരിയാണിയിൽ നിന്ന് ഡ്രസ്സൊന്നുയർന്നാൽ നിങ്ങളുടെ നിലപാടുകൾക്ക് വ്യത്യാസം വന്നു പോകും. അത്ര സൗന്ദര്യം അവിടെ കൺട്രോൾ ചെയ്യാൻ, മനസ്സിനെ നിയന്ത്രിക്കാൻ. അലം യഅലം ബി അന്നല്ലാഹ യറാ, അലം യഅലം ബി അന്നല്ലാഹ യറാ, അലം യഅലം ബി അന്നല്ലാഹ യറാ. അല്ലാഹു അവതരിപ്പിച്ച ഹിറാ ഗുഹയിലെ ധ്യാനനിമഗ്നനായിരുന്ന പ്രവാചക തിരുമേനിക്ക് അവതരിപ്പിച്ച 96-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനമാണ് പ്രിയപ്പെട്ടവരെ, അലം യഅലം ബി അന്നല്ലാഹ യറാ. നിങ്ങൾ അല്ല എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയില്ലേ? സാധാരണ പാൽക്കാരി പെൺകുട്ടിയുടെ കഥ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? ഉണ്ടോ? പാൽക്കാരി പെൺകുട്ടിയുടെ കഥ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സില്? പാൽക്കാരി പെൺകുട്ടിയുടെ ജീവിതം അനുവർത്തിച്ച എത്ര പേര് ഈ സദസ്സിലുണ്ട്? കേൾക്കാത്തവരില്ല. പാൽക്കാരി പെൺകുട്ടി പറഞ്ഞ എന്താ? ഉമറിന്റെ പെട്ടാളും ഉമറും മറ്റുള്ളവരൊന്നും കാണില്ല. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടിട്ടില്ലെങ്കിലും ഉമറിനെയും ഉമറിന്റെ പട്ടാളത്തെയും എന്നെയും നിങ്ങളെയും ആകാശഭൂമികളെയും എല്ലാം സൃഷ്ടിച്ച പടച്ചതമ്പുരാൻ അലം യഅലം ബി അന്നല്ലാഹ യറാ എന്ന ആശയം നെഞ്ചകത്തിലെത്തിയ, അതുകൊണ്ടാണ് 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച ഉമറുൽ ഖത്താബ് സ്വന്തം മോനെ ആസിമിനെ വിളിച്ചിട്ട്, മോനെ, പ്രത്യക്ഷമായും പരോക്ഷമായും റബ്ബിനെ പേടിക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ നിനക്ക് മണവാട്ടിയാക്കി തരട്ടെ എന്ന് ചോദിച്ചു. കാരണം എന്താ? ഒരു തുള്ളിപ്പാലിൽ പച്ചവെള്ളം ചേർക്കാൻ അവർക്ക് മനസ്സില്ലെങ്കിൽ പടച്ചവനെ പേടിച്ചിട്ടാണെങ്കിൽ ഭർത്താവിന്റെ അഭാവത്തിൽ ഭർത്താവിന് പങ്കെടുക്കേണ്ട ശരീരം അവർ മറ്റൊരാൾക്ക് കൊടുക്കുവോ? ആ ഒരു ഈമാൻ. അതുകൊണ്ടാണ് മതനിഷ്ഠയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞത്. തൊലി നിറം നോക്കി പെണ്ണ് കെട്ടുന്നവരെ മതം നോക്കി. ഏതാ ദീൻ? ഹനീഫൻ ഫിത്രത്തുല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ് ദാലിക ദീനുൽ ഖയ്യിം വലകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. 30-ാം അധ്യായം സൂറത്തുർ റൂം 30-ാമത്തെ വചനം. നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നേരെ നീ നിന്റെ മുഖം തിരിച്ചു നിർത്തിക്കോ. പടച്ചോനിലേക്ക് നീ നിന്റെ ക്ലീൻ ആയിട്ട് നിന്റെ മുഖത്തെ തിരിച്ചു നിർത്തിക്കോ. അതാ നേരെ ചൊവ്വായ മതം. അതുകൊണ്ടാണ് വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ. സൂറത്ത് ബയ്യിന 5-ാമത്തെ വചനമാണ്. സൂറത്ത് ബയ്യിന 5-ാമത്തെ വചനമാണ്. നമ്മൾ വളരെ ഗൗരവമായി അറിയേണ്ട കാര്യമാണ്. അപ്പൊ ഇവിടെ തൗഹീദിൽ അധിഷ്ഠിതമായി പടച്ചോനെ ഓർത്തിട്ട് ഒരു ജീവിതം. അപ്പൊ അള്ള എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാലോ, തണുത്ത് ചിഹ്നം വിളിച്ച് കാറ്റ് എല്ലുകളിലേക്ക് തുളച്ചു കയറുന്നല്ലേ ലക്കപ്പാല കാതല്ലയിലൊക്കെ ചുറ്റും കറുത്ത് തമോമയമായി ഇരുൾമുറ്റുമിരവിതില്ലേകാകിയാണോ ഞാൻ. ഇത് എൻ തോയനില്ലായികയാൽ എൻ നിദ്ര പറന്നുപോയോ. എന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ എനിക്ക് വേണമെങ്കിൽ എന്റെ ആട്ടുകെട്ടിൽ ഒരു കുരിശനെ പിടിച്ച് പെരുത്താമായിരുന്നു. പക്ഷെ നാഥ, ഞാൻ നിന്നെ ഭയപ്പെടുന്നു. അബ്ദുൽ അസീസിന്റെ കഥ പറഞ്ഞല്ലോ ഞാൻ. അന്തർത്തുക്കും നാറം തലന്നുള്ള ആയത്തോതിപ്പോ ബോധം കിട്ടുന്ന നിലത്തങ്ങിടുന്നു. കത്തിച്ചൊലിക്കുന്ന നരകത്തെ കൊണ്ട്. അത് ഖുർആനിലെ ഒരു 14-ാമത്തെ വചന. അലം യഅലം ബി അന്നല്ലാഹ യറാ. ഒരു 14 സൂറത്തുൽ ലൈലിലെ 14-ാമത്തെ വചന. അലം യഅലം ബി അന്നല്ലാഹ യറാ, അലം യഅലം ബി അന്നല്ലാഹ യറാ. അതും അന്തർത്തുക്കും നാറം തലന്ത. ഈ 2 ആയത്ത് മതി ഹജ്ജിൽ പഠിച്ചാൽ. ഈ 2 ആയത്ത്. ഒന്ന്, കത്തിച്ചൊലിക്കുന്ന നരകത്തെ കുറിച്ചുള്ള ഒരു ബോധം. 2, അല്ല എന്നെ സദാ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ബോധം. എന്റെ നാഥൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, അല്ലെ? ഈ 2 ബോധം ഉണ്ടായാൽ നമ്മൾ നന്നാവും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല.
സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നാളെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചു മിനയിൽ വന്നാൽ ഞാനുണ്ടാവും, നിങ്ങളും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. വേറെയും കുറെ പണ്ഡിതന്മാരും വ്യത്യസ്ത വിഷയം നിങ്ങൾ പറഞ്ഞോളൂ. ഇന്ന വിഷയം ഞങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. നല്ല കുടുംബം, ഖുർആനിന്റെ മൗലികത, ഖുർആനിന്റെ ഇജാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, സ്വഹാബത്തിന്റെ ജീവിതം, അങ്ങനെ എന്തെന്ത് കാര്യങ്ങൾ, എത്രയെത്ര വിഷയങ്ങൾ എല്ലാം പഠിക്കാനുണ്ട്. പഠിക്കണം. പഠിച്ചിട്ട് ആ ഉമ്മ പ്രസവിച്ച അവസ്ഥയിൽ എന്ന് പറയുന്ന പരിശുദ്ധ ഹൃദയവുമായി നിർമ്മല മനസ്സുമായി അതെ അങ്ങനെയല്ലേ ഖേദിച്ചു മടങ്ങി റബ്ബേ നിന്നിലേക്ക് ഞാനിതാ എന്നെ പൂർണ്ണമായി സമർപ്പിച്ച് എന്നെ കഴിയുകയില്ലേ എന്ന് മാത്രമല്ല അള്ളാഹു പറഞ്ഞെന്താ, എന്നോട് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞങ്ങൾ പരിഗണിക്കൂല. നേരെ പഠിച്ചതിന്റെ മയന എന്താണ്, എന്നോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞങ്ങളെ പരിഗണിക്കും. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അല്ലെ വിളിച്ചു വരുത്തിയ അവസ്ഥ അറിയാലോ. വിളിച്ചു വരുത്തി ആ ഖൽഖുൽ ഖുർആന്റെ വിഷയത്തിൽ അന്നത്തെ ചക്രവർത്തി വിളിച്ചു വരുത്തി അദ്ദേഹത്തെ കാണരുതേ എന്ന്, അദ്ദേഹത്തിന്റെ മുഖം കാണാൻ അല്ലാഹുവേ നീ എനിക്ക് അവസരമുണ്ടാക്കരുതേ എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഖദ്ഗതകണ്ഠനായി പ്രാർത്ഥിച്ചു. അള്ളാഹ് സ്വീകരിച്ചത് എങ്ങനെ അറിയോ? ആ രാജാവിനെ അള്ളാഹ് അങ്ങ് വിളിച്ച് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിച്ചു. നിങ്ങൾക്കറിയോ, പർവ്വതം വരെ മാറി നിൽക്കുന്ന വലിയ പാറക്കല്ല് JCB ഇല്ലാതെ നീങ്ങുന്നു അള്ളാന്റെ റസൂല് മുത്ത് നബി. വലിയ പാറക്കല്ല് JCB ഇല്ലാതെ ചുണ്ടിങ്ങനെ ചലിച്ചാ നീങ്ങും. ആബിദിന്റെ ചുണ്ട് ചലിച്ചാൽ, ഞാൻ വെറുതെ പറഞ്ഞ നിങ്ങൾക്കറിയില്ലേ, തവസ്സുലിന്റെ ഇസ്ലാമിക മാതൃകയിൽ ഒരു ഗുഹയിൽ അകപ്പെട്ടോല് എന്തേ സംഭവിച്ചേ? ഗുഹാമുഖത്ത് വലിയൊരു പാറക്കല്ല്, മൂന്നാള് മസിൽ പിടിച്ചു നോക്കി നീങ്ങിയോ, മൂന്നാള് ചുണ്ടാളി ചലിപ്പിച്ചു. അല്ലാ, 3 സന്ദർഭങ്ങളിൽ നിന്റെ വജു ഉദ്ദേശിച്ച് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, രക്ഷപ്പെടുത്തണേ. പ്രാർത്ഥിച്ച് നാവ് തൊള്ളയിലെ കല്ലൊരൊറ്റ നീക്കാം. അപ്പൊ എന്ത് മനസ്സിലായി? ദുആ കൊണ്ട് പ്രാർത്ഥനയുടെ ഈ പാറയുടെ സ്ഥാനം മാറും. JCB ഇല്ലാതെ, കൊക്ലൈനില്ലാതെ, മല്ലന്മാരില്ലാതെ ചുണ്ട് ചലിച്ചാ മതി. പക്ഷെ ഇഖ്ലാസ് ഹൃദയത്തിൽ ഉണ്ടാവണോ? അപ്പൊ അതൊക്കെ ഉണ്ടാവും. ഒരുപാട് അനുഭവങ്ങളുണ്ട് പലർക്കും അല്ലേ. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ആത്മാർത്ഥമായി തൗഹീദിൽ ഒരിക്കലും കളങ്കം ചേർക്കൂല എന്ന് ഉറച്ച് തീരുമാനിക്കും. അല്ലല്ലാത്ത ഒരാളോടും നേർച്ച നേരില്ല, വിളിക്കില്ല, പ്രാർത്ഥിക്കില്ല എന്നെങ്കിലും തീരുമാനിക്കും. പഠിച്ചോനെ, ഞാനൊരു ടീമിനെ മസ്ജിദിന്റെ മുമ്പിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ശരിക്കും നോക്കി തന്നെ അവർ അള്ളാന്റെ മുമ്പിൽ നിസ്കരിച്ചത് എന്റെ കൂടെ. അതായത് പഠിച്ചോന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്നുള്ള ഒരു ബോധം അവർക്കില്ല. അത് കഴിഞ്ഞവര് ആ 1ാമത്തെ സഫിലൂടെ ഇങ്ങനെ നീങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന്റെ ഖബർസ്ഥാന്റെ നേരെ എത്തി. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ താടിരോമങ്ങളിലൂടെ ഒഴുകുകയാണ്. ആരാണ് അവരെ നയിക്കുന്നത്? പിശാചല്ലേ. അള്ളാന്റെ മുമ്പിൽ ഒരു തുള്ളി കണ്ണുനീർ ഒഴിക്കാൻ, ഒരു തുള്ളി കണ്ണുനീർ ഉറ്റി വീഴാത്ത മനുഷ്യർ പടപ്പുകളുടെ മുമ്പിൽ, മരിച്ചുപോയവരുടെ മുമ്പിൽ വല്ലദീന യദൂന മിൻ ദൂനില്ലാ لا يخلقون شيئا وهم يخلقون أموات غير أحياء وما يشعرون أيان يبعثون. 16-ാം അധ്യായം 21-22 വചനം. അല്ലാഹു പറഞ്ഞ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ മനുഷ്യരെ അമ്മാത്തുൻ മരിച്ചുപോയവരാ. നേരെ മറിച്ച് 1ാമത്തെ സഫിൽ അവർ നിന്ന് പ്രാർത്ഥിച്ചപ്പോ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോഴേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞത്, ആരെങ്കിലും റസൂലിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അത് മാത്ത മരിച്ചിരിക്കുന്നു മനുഷ്യരെ, അല്ല അല്ലാഹുവിനെയാണെങ്കിൽ ഹയ്യുൽ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കൂല, ഒരിക്കലും മരിക്കാത്ത അല്ലാഹു. സായിബാബ മരിച്ചപ്പോ ഞാൻ എന്റെ ബാബേട്ടനോട് ചോദിച്ചു, ബാബേട്ട സായിബാബ മരിച്ചാൽ ഇനി ആരോട് അത് വേറെക്കാ? ഇന്ന് വരെ ബാബേട്ടന്റെ മുമ്പിൽ വന്നിട്ടില്ല. കാരണം മറുപടിയില്ല. നമ്മളല്ല മിനാ ടെന്റ് നൽകി അറഫയിലെത്തുമ്പോ നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ്, അള്ളാഹു മരിച്ചു. ഉണ്ടാവോ? നഊദുബില്ല. നമ്മൾ അള്ളാഹ് മരിക്കുവോ? ലോകത്ത് എന്ത് സംഭവിച്ചാലും സൂറത്തുർ റഹ്മാൻ 55-ാം അധ്യായം 26-27 വചനം. അള്ളാഹു എന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കും. ആ റബ്ബിലേക്ക് കൈനീട്ട് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ സുഹൃത്തുക്കളെ. നിങ്ങൾക്കറിയാലോ, യൂനുസ് നബി ദൈവത്തെ നിർത്തിവെച്ചും അയാൾ പാതി വെച്ച് നിരാശ ബാധിച്ചു പോയി. എന്നിട്ട് രാത്രിയുടെ ഇരുട്ട്, അതൊരു വല്ലാത്ത ഇരുട്ടാണ്. കാർമേഘത്തിന്റെ ഇരുട്ട് 2ാമത്തെ ഇരുട്ട്, കടലിന്റെ മുകൾപ്പരപ്പിലെ ഇരുട്ട് 3ാമത്തെ ഇരുട്ട്, ആഴക്കടലിന്റെ 4ാമത്തെ ഇരുട്ട്, 5ാമത്തെ ഇരുട്ട് മത്സ്യത്തിന്റെ വയറ്റിൽ. 5 ഇരുട്ടുകൾക്കുള്ളിൽ യൂനുസ് നബി എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. എവിടെയാണെങ്കിലും നിന്റെ റബ്ബിനോട് പറഞ്ഞോ, ഒരിക്കലും അള്ളാഹ് നിന്റെ കൈ തട്ടൂല. മാത്രമല്ല അള്ളാഹുലേക്ക് നീട്ടിയൊരു കൈ അതിലൊന്നും നൽകാതെ തിരിച്ചയക്കുക എന്നത് അള്ളാഹു ലജ്ജിക്കുന്നതാണ്. ആ പരമകാരുണികനായ റബ്ബിലെ എന്ത് ചോദിച്ചാലും തരുന്ന ആ നാദരിലേക്ക് കൈനീട്ടാൻ അർഫയിൽ മറക്കരുതേ.
ഇവിടെ മറക്കരുതേ. ജംറയിൽ കല്ലെറിഞ്ഞ് മാറി നിന്ന് 2 ജംറകളിൽ പ്രാർത്ഥിക്കുമ്പോൾ മറക്കരുതേ. ആ യാത്രകളിലെല്ലാം ഒരിക്കലും ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ നിരന്തരമായി ഫോൺ വിളിക്കുക. ഒന്നും മനസ്സിലാകാതെ തവാഫ് ചെയ്യുമ്പം പോലും ഞാനിതാ 2 കഴിഞ്ഞു, ഞാനിതാ 3 കഴിഞ്ഞു, ഞാനിതാ 4 കഴിഞ്ഞു. ഇത് എന്താണ്? ആത്മാവില്ലാത്ത തവാഫ്, ആത്മാവില്ലാത്ത സൈ, ആത്മാവില്ലാത്ത ദിക്റുകൾ. എന്തൊരവസ്ഥാവിശേഷമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇത്. അതുകൊണ്ട് ഇത് ഈ അവസ്ഥ മാറ്റി മനസ്സിനെ ഏകാഗ്രമാക്കി പടച്ചവനിലേക്ക് റബ്ബിലേക്ക്, ആ റബ്ബിലേക്ക് പൂർണ്ണമായി നമ്മെ സമർപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളൊന്നും തെറ്റാതെ അത് മുറുകെ പിടിച്ച് നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക. ഞാനെന്ന് നിങ്ങൾക്ക് എത്ര ആയത്ത് പറഞ്ഞെന്നൊന്നും എനിക്ക് തന്നെ നിശ്ചയമില്ല. അത്രയും ആയത്ത് നിങ്ങൾക്ക് ഞാൻ ഓതിത്തന്നു. അതെല്ലാം വിശദീകരിച്ച് ഈ സമയം പോരാ. ഇത് ഖുർആനിൽ ഇത്ര അത്ഭുതമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് ഇന്നത്തെ എന്റെ പ്രസംഗത്തിന്റെ ഉദ്ദേശം. ഇത്രയേറെ കാര്യങ്ങളുണ്ട്, ഇത്രയേറെ ഗൗരവമാണ്. ഖുർആൻ തന്നെ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് ബോധിപ്പിക്കുക. നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഖുർആനിനെയും പ്രവാചക വചനത്തെയും നെഞ്ചിലേറ്റുക. ഇനി ഒരിക്കലും ഒരൊറ്റ വാക്ക് പറഞ്ഞോട്ടെ, ഇനിയൊരു റിട്ടേൺ ഇല്ല, ഇനിയൊരു റിട്ടേൺ ഇല്ല. ഇന്ന് മുതൽ ഞാൻ ഇനി താടി പഠിപ്പില്ല. ഇന്നു മുതൽ ഞാൻ എന്റെ മീശ വെട്ടി ഒതുക്കും. ഇന്നു മുതൽ ഞാൻ ഹരിയാനയുടെ മേലെ തുണി ഒടുക്കും. ഇന്നു മുതൽ ഞാൻ ഇടപാട് കൃത്യമായി എഴുതി വെക്കും. ഇന്നു മുതൽ ഞാൻ എന്റെ ഭാര്യയോട് മാന്യമായി പെരുമാറും. ഇന്നു മുതൽ എല്ലാ പ്രഭാതത്തിലും ഞാൻ ഖുർആൻ 10 ആയത്തോടും. ഇന്നു മുതൽ നിങ്ങളുടെ വീടുകളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും ഓർക്കുക. അങ്ങനെ നമ്മുടെ വീടുകളിൽ സ്വഹാബത്തിന്റെ ചരിത്രം, നമ്മുടെ വീടുകളിൽ നല്ല നല്ല ക്ലാസുകൾ. അതേ ദമാമിൽ നിന്ന് വന്നവരാണ് നിങ്ങൾ പലരും. അബ്ദുൽ ജബ്ബാർ മൗലവി നിങ്ങൾക്ക് കിട്ടിയ ഒരു നിധിയൻ. ഞാൻ അദ്ദേഹത്തെ തിരിച്ചു പറയാം. അദ്ദേഹത്തിന് പ്രതിഫലം നൽകട്ടെ. അദ്ദേഹത്തിന്റെ അറിവ് നിങ്ങൾക്ക് പകർന്നിരുന്നതിലും അത് കേൾക്കാനുള്ള ഭാഗ്യം ലഭിച്ചതിലും അള്ളാഹു തൗഫീഖ് ചെയ്തു. ഒരുപാട് പണ്ഡിതന്മാർ നമുക്ക് അറിവ് പകർന്നു തരുന്നവരുണ്ട്. ആ അറിവിനെ സ്നേഹിക്കാനും അറിവുള്ളവരെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മൾ തയ്യാറാകണം. ജാബിർ കായക്കൊടി, അതുപോലെ തന്നെ മോയിൻകുട്ടി മദനി, അതുപോലെ രോഗികളായി കിടക്കുന്ന നമ്മുടെ നേതാക്കന്മാർ പല ആളുകളുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ മറക്കരുത്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത്. ഓരോ സമയം നിശ്ചയിച്ച് ഓരോ ഘട്ടത്തിലും 5 മിനിറ്റ് എനിക്ക് വേണ്ടി, അല്ലെങ്കിൽ 5 മിനിറ്റ് ഇന്നാക്ക് വേണ്ടി, 5 മിനിറ്റ് ഇന്ന് എന്റെ മാതാപിതാക്കൾ, അങ്ങനെ വേർതിരിച്ച് പടച്ചോനോട് നിരന്തരമായി പ്രാർത്ഥിച്ചിട്ട് പടച്ചോൻ നമുക്ക് നൽകുന്നൊരവസ്ഥ. അല്ല വിളിച്ചിങ്ങോട്ട് പറയണ നമ്മളെ അല്ല തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഇതാ ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പിന്നെ അറഫയിൽ വെച്ചല്ല പറയല്ലോ. അന്ന് ഈ അറഫാ ദിനം നാളെ ഇബ്ലീസിന് ഏറ്റവും പേടിയുള്ള ദിനങ്ങളിൽ ഒന്നതാണ്. ഇബ്ലീസ് ഏറെ നിന്ദ്യനാകുന്ന, ഇബ്ലീസ് ഏറെ ചെറുതാകുന്ന ദിവസമാണ് നാളെ. കാരണം ഞാൻ എന്റെ അടിമകൾക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്നറിയുമ്പോ ഏറെ ദുഃഖിക്കാനാണ് ഇബ്ലീസാണ്. ഇബ്ലീസ് ഇത്രയും കാലം പിഴപ്പിച്ചു കൊണ്ടുവന്നവർക്കൊക്കെ അല്ല പുറത്തു കൊടുത്തിരിക്കുന്നു എന്നറിയുമ്പോ ഇത്രയും കാലം ചെയ്ത ആ എല്ലാ പണിയത ബാത്തിലായല്ലോ എന്നല്ല, ഇബ്ലീസ് ചെറുതായി പോകും. അതുകൊണ്ട് നാളെ ഇബ്ലീസ് നമ്മളെ ഓർത്ത് ചെറുതാകണം. അല്ലാഹു നമുക്ക് പുറത്തു നിന്ന് ഓർത്ത് ചെറുതാകണം. അതിന് മാത്രം നമ്മുടെ മനസ്സ് പാകപ്പെടണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്റെ വാക്കിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും വല്ല മൂർച്ചയും തോന്നിയെങ്കിൽ ക്ഷമിക്കുക. അല്ലാഹുവിന്റെ ദീനിൽ കോംപ്രമൈസ് ഇല്ലല്ലോ സഹോദരങ്ങളെ. ഇതൊരു വ്യക്തിപരമായ കാര്യമല്ലല്ലോ, ഇത് അല്ലാഹുവിന്റെ ദീനാണല്ലോ. അല്ലാഹു എനിക്ക് നിങ്ങൾക്കും എല്ലാം തൗഫീഖ് ചെയ്യട്ടെ. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമുക്ക് ഇൽമ പകർന്നിരുന്ന എവിടെയാണെങ്കിലും, നാട്ടിലും ഈ നാട്ടിലും ഒക്കെ നമുക്ക് അറിവ് പകർന്നു തന്ന ആരായാലും ഫോണിലൂടെ ഒരു സംശയം വരെ നമുക്ക് നിവാരണം ചെയ്ത ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത്. വലിയ വലിയ രോഗങ്ങൾ, വളരെ ചെറുപ്പത്തിലെ തന്നെ വലിയ വലിയ രോഗങ്ങൾക്ക് അടിമപ്പെട്ട ഒരുപാട് പ്രബോധകരുണ്ട്. അവർക്കെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം കേരളത്തിന്റെ മണ്ണിനെ ഇളക്കി മറിക്കുന്ന തൗഹീദി പ്രബോധനമായിരിക്കണം നമ്മുടെ വരും കാലങ്ങളിൽ. അതിനുവേണ്ടി എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ. പ്രവാചകനെ ഏറെ സ്നേഹിക്കുന്നവർ നമ്മളാകട്ടെ. പ്രവാചകന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ സമൃദ്ധമായി താടി നീട്ടി അള്ളാന്റെ റസൂൽ ഹൗദുൽ കൗസറിന് വെള്ളം തരുമ്പോ എല്ലാ അർത്ഥത്തിലും മുസ്ലിമിന്റെ രൂപവും ഭാവവും തിരിച്ചറിയുന്ന അവസ്ഥയും നമ്മളിലുണ്ടാകണം. അതിന് ഈ ഹജ്ജും ഈ യാത്രയും നമുക്ക് ഉപകരിക്കുമാറാകട്ടെ. ഇനിയുള്ള ടേണില്ല പ്രിയപ്പെട്ടവരെ, തിന്മയിലേക്ക്, നന്മയിൽ നിന്ന് നന്മയിലേക്കല്ലാതെ. അതേ കടമത്സരം നടത്തുന്നവർ ഖുർആനിലെ 83-23 പറഞ്ഞ പോലെ മത്സരിച്ച് എനിക്ക് വേണം ആ സ്വർഗം എന്ന നിലയിൽ മത്സരിച്ച് ഒരു ചെമ്മട്ടി ചാരി വെക്കാനുള്ള ഒരിടം ആ സ്വർഗത്തിൽ ലഭിക്കട്ടെ. അത്
അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹുവേ, അത്തരം ഒരു പതിതത്വം നീ ഞങ്ങൾക്ക് ഒരിക്കലും നൽകരുതേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന മുത്തഖികളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അറിവുകളെ അമലാക്കി മാറ്റുന്ന സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ ഹജ്ജ് കഴിഞ്ഞു പോകുമ്പോ ഉമ്മ പ്രസവിച്ച പരിശുദ്ധതയിൽ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ ഞങ്ങൾക്ക് സാധിക്കണേ അല്ലാ. അല്ലാഹുവേ, തൗഹീദ് നെഞ്ചകത്തേറ്റി ഈ മണ്ണിൽ നിന്ന് പിരിയാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. തവാഫുൽ വിദാ നടത്തി പിരിഞ്ഞു പോകുമ്പോ നീ ഏറെ സന്തോഷിക്കുന്ന നിന്റെ ലിസ്റ്റിൽ സ്വർഗ കവാടങ്ങൾ കടന്നു പോകുന്ന സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാ പ്രാരാബ്ദങ്ങളിൽ നിങ്ങൾ കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, എല്ലാ നന്മയും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാ. ഖുർആനും സുന്നത്തും മത്സരിച്ചു പഠിച്ച് റിയാ ഇല്ലാതെ യാതൊരു കീർത്തിയുമില്ലാതെ നിന്റെ വചനം മാത്രം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്ന മഹാന്മാരിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഇതുവരെയുള്ള ഏതെങ്കിലും കാര്യത്തിൽ ഞങ്ങൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. വല്ല ബിദ്അത്തിന്റെ ആചാരം ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് എന്ന് മനസ്സിലാക്കി ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. ഹക്ക് കൊണ്ട് ജീവിച്ച് മരിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. പടച്ചവനെ, ഹക്കിൽ ഉറച്ച് ജീവിച്ച് മരിക്കാൻ ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് നീ കഴിവ് നൽകണേ അല്ലാ. ദുനിയാവിന്റെ ഭോഗപരതകളിൽ നിന്നും ദുനിയാവിന്റെ സുഖലോലപതയിൽ നിന്നും ഞങ്ങളെയൊക്കെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ആഖിറത്തെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന മുത്തഖികളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.